ഇന്ന് നിയമസഭ തുടങ്ങാനിരിക്കുന്ന ദിവസമാണ്. ഇന്ന് നയപ്രഖ്യാപനമാണ്. ഈ നയപ്രഖ്യാപനം മുൻകൂട്ടി ഗവർണർക്ക് എഴുതി കൊടുത്തതാണ്. ഗവർണർ അത് മുൻകാലങ്ങളിലൊക്കെയാണെങ്കിൽ നയപ്രഖ്യാപന പുസ്തകം എഴുതി കൊടുത്താൽ ഗവർണർക്ക് കൊടുത്താൽ അതിൽ ഒരുപാട് തിരുത്തലുകളൊക്കെ വരുത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ നയപ്രഖ്യാപന പുസ്തകം എഴുതി കൊടുത്തപ്പോൾ അത് യാതൊരു തിരുത്തലുകൾ വരുത്താതെയാണ് ഗവർണർ ഒപ്പിട്ട് നൽകിയതെങ്കിൽ ഇന്ന് ഗവർണർ നിയമസഭയിൽ വന്ന് ഇത് വായിക്കുന്ന നയപ്രഖ്യാപനം നടത്തുന്ന നേരത്ത് അസാധാരണമായ ഒരു നടപടിയാണ് നടത്തിയത്. കേവലം 1 മിനിറ്റ് 17 സെക്കൻഡ് മാത്രമാണ് നയപ്രഖ്യാപനത്തിന് വേണ്ടി സമയമെടുത്തത്. അത് അവസാനത്തെ പാരഗ്രാഫും മാത്രം വായിച്ചുകൊണ്ട് 1 മിനിറ്റ് 17 സെക്കൻഡിൽ നയപ്രഖ്യാപനം പ്രസംഗം നടത്തുകയും അത് കഴിഞ്ഞ് ഗവർണർ തിരിച്ചു പോവുകയാണ്. ഏകദേശം 6 മിനിറ്റ് മാത്രമാണ് നിയമസഭയിൽ ഗവർണർ ഇരുന്നത്. അത് കഴിഞ്ഞ് ഗവർണർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇതിന് വളരെ സമ്മിശ്ര പ്രതികരണമാണ് നിയമസഭാ സാമാജികരിൽ നിന്നുണ്ടാകുന്നത്. സഭയെ അവഹേളിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യത്യസ്തമായ ഇതാണ് നടക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി ഇത്തരം കാര്യങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടത്. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് അദ്ദേഹത്തിന് എന്തോ അസുഖമുള്ളത് കൊണ്ട് അദ്ദേഹം വേഗം വായിച്ച് അവസാനിപ്പിച്ചു പോയതാണ്. അത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഗവർണറും ഈ ടൈമിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഒരു ആസൂത്രിതമാണ്. ഇന്നലെ പല ചാനലുകളിലും ചർച്ച വന്നപ്പോൾ തന്നെ ഗവർണറുടെ ഒരു നീക്കം ഞെട്ടിക്കുന്നതായിരിക്കും എന്ന രീതിയിലൊക്കെ തന്നെ ചില ആളുകൾ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇത് തികച്ചും സർക്കാരിനെ അമ്പരിപ്പിക്കുകയാണ് ചെയ്തത്. സർക്കാർ വിചാരിച്ചത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ കടമെടുപ്പും മറ്റുമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ അദ്ദേഹം വായിക്കും എന്നാണ് വിചാരിച്ചിരുന്നെങ്കിലും അതൊക്കെ തന്നെ മാറ്റി മറിച്ചുകൊണ്ട് കേവലം ഇത് നടത്തി താൻ നയപ്രഖ്യാപനം അംഗീകരിച്ചു, അത് പെട്ടെന്ന് തീർക്കുന്ന ഒരു രീതിയിൽ അസാധാരണമായ ഒരു തീരുമാനമാണ് ഗവർണർ നടത്തിയിരിക്കുന്നത്. ഇത് സഭയെ അവഹേളിക്കലാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയാൻ കാരണം ഉണ്ടായത് കൊണ്ടാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം പല കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന് ശരിയായിട്ട് വിമർശനമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഭരണപക്ഷം പറയുന്നത് കൃത്യമായിട്ട് കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ചെയ്ത നല്ല നല്ല കാര്യങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗവർണർ ഇണങ്ങി മുന്നോട്ട് പോകുന്ന ഈ സ്ഥിതി ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് നല്ലതല്ല എന്നതാണ് എല്ലാവരും പറയുന്നത്. അസാധാരണ നീക്കമായിട്ടാണ് എല്ലാവരും അതിനെ വിലയിരുത്തുന്നത്. ജനാധിപത്യ രീതിയിൽ ഇത് തികച്ചും നടക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് എന്നാണ് MA വേദിയിലുള്ള ആളുകൾ അഭിപ്രായപ്പെട്ടത്. ഇതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള ചർച്ചകൾ ഇനിയും ഉണ്ടാകും എന്നാണ് നമുക്ക് കഴിയുന്നത്. എന്തായാലും ഗവർണറുടെ ഭാഗത്തു നിന്ന് അവസാന ഭാഗം മാത്രം വായിച്ച് അവസാനിപ്പിച്ച് ഈ നടപടിയെ രാഷ്ട്രീയ ധ്യാനത്താണ് വായിച്ചത്. 136 ഖണ്ഡിക മാത്രമാണ്. അതുപോലെ തന്നെ അത് പൂർണ്ണമായിട്ട് വായിച്ചില്ല. 1 മിനിറ്റ് 17 സെക്കൻഡാണ് നയപ്രഖ്യാപനം അവസാനിപ്പിച്ചു. ഗവർണർ സഭയിൽ ചിലവഴിച്ചത് 6 മിനിറ്റ് മാത്രമാണ്. നടപടിയെ പ്രതിഷേധമായി കാണേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഗവർണറുമായി ഇല്ലെന്ന സൂചന നൽകിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. നടപടിയെ പ്രതിഷേധമായി കാണേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി വീണ്ടും പ്രസ്താവിച്ചു. ഫെഡറലിസത്തിന്റെ അന്തസ്സതയെ കളങ്കമാക്കുന്നതാണ് ഗവർണറുമായി ഏറ്റുമുട്ടലിന്റെ പാതയിൽ തന്നെയാണ് ഗവർണർ നിലകൊള്ളുന്നത്. പക്ഷേ സർക്കാർ ഏറ്റുമുട്ടലിനില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ ഗവർണറിന്റെ ഈ നടപടിനെ നമ്മൾ പറയുമ്പോൾ ഗവർണർ 1 മിനിറ്റ് 17 സെക്കൻഡോട് ഈ നയപ്രഖ്യാപനം പെട്ടെന്ന് തീർത്തു. പറഞ്ഞ പോലെ ചെറിയാൻ പറഞ്ഞ പോലെ ആരോഗ്യ സാഹചര്യം കൊണ്ടാവാം. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇത്ര നാളുണ്ടായ ഗവർണർമാരിൽ അവർക്ക് പ്രശ്നങ്ങളുള്ളപ്പോൾ അവരൊന്നിനും ആ ഖണ്ഡിക പറയില്ല, അല്ലെങ്കിൽ അവര് തിരുത്താറാണ് പതിവ്. പക്ഷെ ഈ പ്രാവശ്യം തിരുത്തലും ഒന്നുമില്ല, നേരിട്ട് അത് സമ്മതിച്ചു, സൈൻ ചെയ്ത് അത് അംഗീകരിക്കുകയാണ് ഗവർണർ ഉണ്ടായത്. ഇതൊരു വലിയൊരു പ്രശ്നത്തിക്ക് സർക്കാരിനെ നയിച്ചില്ല, സുഖമായിട്ടുള്ള ഇതായിരുന്നു. പക്ഷെ ഇന്ന് ഗവർണറും മുഖ്യമന്ത്രി നേരിട്ട് കാണുമ്പോൾ ബൊക്കെ കൊടുക്കുമ്പോഴും യാതൊരു സമവായമോ അല്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ ആകെ ഉള്ളൊരു ടെൻഷൻസ് മാത്രമാണ് രണ്ട് പക്ഷത്ത് നിന്നുണ്ടായത്. മുഖ്യമന്ത്രിയുടേതായാലും ഗവർണറിൻ്റെതായാലും രണ്ടുപേർക്കും തമ്മിൽ ഒരു സൗമ്യതയല്ല, ഒരു ദേഷ്യവും വിവാദങ്ങൾ, എതിർപ്പ് വ്യക്തമായിട്ട് മുഖത്ത് അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്താ വെച്ചാലും ഭരണപക്ഷം ഇതിനെ വളരെ ലഘൂകരിച്ച് കാണാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്, ഇത് വലിയൊരു വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷം ഇത് വളരെ ഒരു അവസരം എന്ന രീതിയിലാണ് പ്രതിപക്ഷം ഇതിനെ വളരെയധികം സർക്കാരിനെ കൂടി വിമർശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് പോകുന്നത്. ഇതൊരു പ്രകസനം മാത്രമാണ് നയപ്രഖ്യാപനത്തിലൊരു വാചക കസർത്താണ് എന്ന രീതിയിലൊക്കെയാണ് സതീഷ് പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ചൂടായ ചർച്ചകളുണ്ടാകും. ഇപ്പോഴത്തെ ഇന്ന് സഭ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയും തിങ്കളാഴ്ച സഭ ചേരുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങളുമൊക്കെയാണ്. ഗവൺമെന്റിന് പറയാനുള്ള കാര്യങ്ങൾ സഭയ്ക്കകത്ത് പറയാനായിട്ട് കിട്ടിയ ഒരു അവസരമാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ശക്തമായുള്ള പ്രതിഷേധം ഗവർണറെ കൊണ്ട് പറയിപ്പിക്കുക എന്നത് നടന്നില്ല എന്നത് ഒക്കെ തന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ച് അതൊരു വളരെയധികം നല്ല ഒരു ഇതല്ല. പക്ഷെ പ്രതിപക്ഷം അതിനെ വളരെയധികം ഇതാക്കണം. അതുപോലെ തന്നെ BJP നേതാവ് പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ ശരിയായ രീതിയിലല്ല ഇത് ഗവൺമെന്റിന്റെ മുഖത്തേക്ക് ഉള്ള ഒരു അടിയാണ്. കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയിപ്പിക്കുന്ന കവല പ്രസംഗങ്ങൾ മാത്രമാണ് നയപ്രഖ്യാപനത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഗവർണർ ഇത് വായിക്കാത്തത് എന്ന രീതിയിലാണ് BJP നേതാവ് K. സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെയധികം ഈ വരുന്ന മണിക്കൂറുകളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ആ വിഷയം എന്തായാലും ഒരു നല്ല സർക്കാരിൻ്റെ ഗവൺമെന്റ് നാടകമാണ് എന്ന് കൂടി സതീശൻ പറഞ്ഞിട്ടുണ്ട്. നാടകത്തിന്റെ പരിസമാപ്തിയൊന്നും ദില്ലിയിലെ സമരം മാറ്റിയത് കേന്ദ്ര ഏജൻസിയെ പേടിച്ച് ഗവർണർ വന്ന് വാണം വിട്ട പോലെ പോയി എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഗവർണറുടെ നടപടി നിയമസഭയോടുള്ള അവഹേളനം എന്ന് വീണ്ടും സതീശൻ ആവർത്തിച്ചിരിക്കുന്ന സർക്കാരിൻ്റെ ഗവൺമെന്റ് രാഷ്ട്രീയ നാടകം എന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് തിങ്കളാഴ്ച നിയമസഭയിൽ ഇതിൻ്റെ ചർച്ചകളും തുടങ്ങും. ഈ നയപ്രഖ്യാപനത്തെ ഗവർണർ അംഗീകരിച്ചു എന്ന് വീണ്ടും ഗവർണർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എന്തുകൊണ്ട് എങ്ങനെ എന്നെല്ലാം അതിനെക്കുറിച്ച് നിയമസഭയിൽ വരും ദിനങ്ങളിൽ നമുക്ക് ചർച്ച വരുമ്പോൾ അറിയാം എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഇതാണ് നിങ്ങളെ അറിയിക്കുവാനുള്ള കാര്യം.